യവനൊന്ന് ഞെക്കിയാൽ നമ്മൾ തീരെ ഷഹാബ് 3. ഇന്ത്യക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ്. ഇതിനകത്ത് ഒരേ സമയം 4 ധാതുലവണങ്ങൾ ഇട്ടാൽ ആണവായുധങ്ങൾക്ക് നടു കുനിഞ്ഞു പോകും, മാംസം ചീഞ്ഞഴിയും. ഉലകത്തെ കാണുന്നതിന്റെ കണ്ണ് തടത്തിൽ നിന്ന് ഒഴുകിപ്പോകും. ആർക്കും സംസാരിക്കാൻ പറ്റാതെ ടങ് നാവ് പഠിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോണോ? 2009 കർത്താവിന്റെ വരവിന്റെ നിർണായക വർഷമാണ് 2009. അതിനകത്ത് പറയാം 2009 ചിക്കൻ കുനിയ വന്നത്, 2009 ബീറ്റ് കോയിൻ വന്നത്, 2009 UN-നകത്ത് ഒരു കാര്യം പറഞ്ഞു, ഒരു ഏകലോക ഗവൺമെന്റ് വേണമെന്ന്. 2009 യൂറോപ്യൻ യൂണിയൻ ഒരുമിച്ച് കാര്യങ്ങൾ തുടങ്ങിയത്. ഈ യൂറോപ്യൻ യൂണിയന്റെ പ്രത്യേകത, അവർ യൂറോപ്യൻ യൂണിയൻ ഒത്തുകൂടിയിട്ട് പറഞ്ഞു, ചേട്ടാ അനിയ, നാട്ടുകാർ നമ്മളെ കൈകാര്യം ചെയ്യാൻ വന്നാൽ നമുക്കൊരാണവ റിയാക്ടർ ഉണ്ടാക്കണം. അങ്ങനെ യൂറോപ്യൻ യൂണിയൻ 2009 ഒരു ആണവ റിയാക്ടറിന് പദ്ധതി കിട്ടും. നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാൽ കിട്ടും, തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. ആണവ റിയാക്ടറിന് പേരുമിട്ട്. അത് യൂറോപ്പിലുണ്ട്, എവിടാന്ന് അറിയത്തില്ല. കളിക്കാവിളെ SI വിൻസെന്റിനെ കൈകാര്യം ചെയ്ത ISIS അതിപ്പോ തവഞ്ഞിരിക്കുക. സിറിയയിൽ അവർ പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സിറിയ മനുഷ്യന്റെ തലയിറക്കുന്നു, പച്ചയ്ക്ക് സകലരെയും വെടിവെച്ച് കൊല്ലുന്നു. അതുകൊണ്ട് ആ സിറിയയിലെ ഭരണാധികാരി ഇസ്രയേലിനോട് പറയുന്നു, യവനെ തകർക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം. അമേരിക്കയുടെ കാല് പിടിക്കുന്നു. ഇപ്പൊ അവന് കിട്ടത്തിൽ, അവൻ കൊണ്ടുവന്നല്ല, അവന് പനച്ചുമൂട് ചന്തേന്ന് കിട്ടിയതല്ല, ഒരു വലിയ വാളും അവന് കിട്ടി. എന്താ ഇതിന്റെ പ്രത്യേകത? തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. പറയാം, ഇവിടെ കുരിശുമലയിൽ വലിയ പെരുന്നാൾ നടക്ക്. പലകാരം ഉണ്ടാക്കുന്നവർ വലിയൊരു അണ്ടാവ് കൊണ്ടുവരും, എണ്ണ നിറയ്ക്ക്. 4 പലകാരം ഒരേ സമയം അതിനകത്ത് ഉണ്ടാക്കാം. 1 പരിപ്പുവട, 2 ബോണ്ട, 3 നെയ്യപ്പ്. അത് കഴിഞ്ഞിട്ട് 4 വേറെ ഏതെങ്കിലും ഒരു സുഖിയനോ ഏതെങ്കിലും ഉണ്ടാക്കാം. അതുപോലെ ഈ റിയാക്ടറിന്റെ പ്രത്യേകത ഇന്നത്തെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഇതിനകത്ത് ഒരേ സമയം 4 ധാതുലവണങ്ങൾ ഇട്ടാൽ ആണവായുധങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഗ്രനേഡ്. തോറിയം ഇടാം, ലിഥിയം ഇടാം, യുറേനിയം ഇടാം, പ്രോട്ടീനിയം ഇടാം. ഇപ്പോൾ ഇത് എതിർക്രിസ്തുവിന്റെ കയ്യിൽ കൊടുക്കത്തില്ല. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇത് അവന്റെ കയ്യിൽ കിട്ടും. ഇനി പലകലുകാരും പാറശാലും കേൾക്കണം, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ, ഇന്ന് രാത്രി കേട്ടാട്ട്, ലോകത്തിൽ എത്ര ആറ്റമായുധം ഉണ്ടെന്നറിയാമോ? ഇന്നത്തെ ലോകത്തിലെ ആറ്റമായുധങ്ങളുടെ കണക്ക് എത്രയാണെന്നറിയാമോ? 18,000 ആറ്റമായുധങ്ങൾ. ലൈവ് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ കൃത്യമായി 18,000 ആറ്റമായുധങ്ങൾ ലോകത്തിനകത്തുണ്ട്. ഹൈഡ്രജൻ ബോംബ് സഹിതം 240 പ്രാവശ്യം ഭൂമിയെ തകർക്കാനുള്ള ആറ്റമായുധം ഇന്ന് ലോകത്തിലുണ്ട്. അപ്പൊ അപ്പച്ചമാരും അമ്മച്ചിമാരും ചോദിക്കും, എന്താ അത് പൊട്ടാത്തത്? പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അത് പൊട്ടണമെങ്കിൽ ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടണം. കരമുയർത്തുന്നവർക്കായി. ആരാ? രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ നിത്യ വീട്ടിലെത്തിയതിനു ശേഷമേ ഈ ആറ്റം പൊട്ടത്തോള്. ആറ്റത്തിന്റെ കണക്ക് പറഞ്ഞാൽ ആരും പേടിക്കരുത്. ഇന്ത്യക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ്. ഏറ്റവും കൂടുതൽ ആറ്റം ബോംബ് ആരുടെ കയ്യിലായിരിക്കുന്നത് എന്നറിയാമോ? ഏറ്റവും കൂടുതൽ ആറ്റം ബോംബ് റഷ്യയുടെ കയ്യിലായിരിക്കുന്നത്. 3000-ൽ പരം ആറ്റമായുധങ്ങളാണ് റഷ്യയുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടാണ് റഷ്യ ഉക്രൈനെ ഇങ്ങനെ പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പുറകെ ആരെ? അമേരിക്കയിൽ 2000, ബ്രിട്ടനിനകത്ത് 800, ഫ്രാൻസിനകത്ത് വേറെ, ചൈനയ്ക്കകത്ത് 1000-ൽ പരം. കൊച്ചു രാജ്യമായ ഇസ്രയേലിന്റെ 800 ആറ്റമായുധം. ഇന്ത്യ പറയുന്നു ഞങ്ങളുടെയിലും 1000-ഓളം ആറ്റമായുധം. UN-ൽ കണക്ക് കൊടുത്തത് 18,000 ആറ്റമായുധം. അതിനോടനുബന്ധിച്ച് നാട്ടുകാർ വിജ്ഞാനത്തെ കേൾക്കണം. ഇനി മിഗും വേണ്ട, മിറാഷും വേണ്ട. ആറ്റം പൊട്ടിക്കണമെങ്കിൽ ഇന്ന് സാറ്റലൈറ്റിനകത്ത് ആറ്റമായുധങ്ങൾ. പറഞ്ഞു തരാം. കൊറിയയിലെ കിങ് ജോങ് പറയുന്നു, ഞങ്ങൾ ഉപഗ്രഹത്തിനകത്ത് ആറ്റം വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ വീട്ടിനകത്ത് ടെലിവിഷൻ പ്രോഗ്രാം ഇറങ്ങും. എയർടെലിലെ വീഡിയോ കോൾ 2 കൊട വെച്ചിട്ടുണ്ട്. ഈ കോടയിൽ കൂടെ സന്ദേശം എവിടുന്നാണ് വരുന്നത്? ചെന്നൈയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന സിംഗപ്പൂരിൽ പോയി സാറ്റലൈറ്റ് വഴിയായി ഈ വീഡിയോ കോണും എയർടെലും കൊണ്ടുവരുന്നെങ്കിൽ ഈ സാറ്റലൈറ്റ് കിടക്കുന്ന ആരും കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ സാറ്റലൈറ്റിനകത്ത് ആറ്റമായുധം വെച്ചാൽ അന്തരീക്ഷത്തിൽ കൂടെ കയറും വയറും വേണ്ട, റിമോട്ട് വഴി എവിടെയും മാറ്റം കൊണ്ടിടാനുള്ള സംവിധാനം ലോകരാജ്യങ്ങൾ കൊണ്ടുവന്നു. അന്ത്യകാലം നിങ്ങളുടെ വീട്ടിനകത്ത് കുഞ്ഞുങ്ങൾ റിമോട്ടുകാരടുത്ത് കാറിനെ കയ്യാലയിൽ ഓടിക്കുന്നത് പോലെ കൈക്കകത്ത് ഞെക്കിയാൽ കാറ്റാക്കടയും വീഴാം, വെള്ളറുടെയും വീഴാം. പ്ലെയിനും വേണ്ട, വിമാനവും വേണ്ട, ആകാശത്തുനിന്ന് സാറ്റലൈറ്റ് വഴി ആറ്റമായുധങ്ങൾ തീർക്കുവാനുള്ള പദ്ധതി ലോകത്തിൽ വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്താ ആറ്റമായുധങ്ങളുടെ പ്രത്യേകത? ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്രായേൽ 2014 ഇറാനുമായിട്ടുള്ള പ്രശ്നം വരാൻ കാര്യം ഇവിടൊന്നുമല്ല. 2013 എല്ലാവരും കേട്ടാട്ട്. 2013 ഇറാൻ ഒരു മിസൈൽ ഉണ്ടാക്കി. അതിന്റെ പേരാ ഷഹാബ് 3. അതിന്റെ വേഗത 4500. ഇപ്പൊ അവന്മാര് ഷഹാബ് 4 ഉണ്ടാക്കി 6500. 2013 ഈ മിസൈൽ ഉണ്ടാക്കിയപ്പോൾ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി എല്ലാവരും വിളിച്ചു, നമ്മുടെ അവിടെ നിന്ന് 2000 കിലോമീറ്റർ ഉള്ള ഇറാൻ അല്ലെ 2000 താഴെയുള്ളു, യവനൊന്ന് ഞെക്കിയാൽ നമ്മൾ തീരെ ഷഹാബ് 3. ഉടനെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇറാന്റെ കയ്യിൽ
സഹാബിത്രിയായി നമ്മളെ തീർത്ത് കളയും. ഇറാന്റെ ഈ ആയുധം കണ്ടിട്ട് ഇസ്രയേലിന്റെ എഞ്ചിനീയർമാരെ മുഴുവൻ വിളിച്ചു, ശാസ്ത്രജ്ഞന്മാരെ. ഇവർ ആറ്റവായുധം പൊട്ടിയാൽ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, സാർ വിഷമിക്കേണ്ട, ബങ്കറിനകത്ത് ആളെ കയറ്റാം. അതുകൊണ്ടാണ് ഇസ്രയേലിനകത്ത് ഈ സ്ഫോടനം വരുമ്പോൾ അപ്പച്ചന്മാരെയും അമ്മച്ചമാരെയും കൊണ്ട് പെങ്കൊച്ചുങ്ങളെല്ലാ വീട്ടിനകത്തും ബങ്കറുണ്ട്. ബങ്കർ, അതിനകത്ത് വെടിയേൽക്കാത്ത ബങ്കർ. ബസ് സ്റ്റോപ്പിനകത്തും ഇസ്രയേൽ ബങ്കറുണ്ട്. എവിടെങ്കിലും വെടിയൊച്ച കേട്ടാൽ ഷട്ടർ തുറന്ന് ഒറ്റയടിക്ക് താഴെ ഞെക്കിക്കഴിഞ്ഞാൽ അടയും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്നും ബങ്കറിനകത്ത് കയറ്റാൻ പറ്റുമോ? ഇസ്രയേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു അത് നടക്കത്തില്ല. അങ്ങനെ യഹൂദ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു, അവർ കണ്ടുപിടിച്ചു. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം, 93 ലക്ഷം പേർ അവിടെ, മാക്സിമം 1 കോടി. ആരാദ്യത്തെ ശാസ്ത്രജ്ഞൻ ഇന്ന് രാത്രി അവർ കണ്ടുപിടിച്ചു. യഹൂദന്മാർ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. 1 കോടി പേരെ അണിയിക്കുവാൻ വേണ്ടി റേഡിയസ് ഏക്കാതിരിക്കാൻ ഒരു കുപ്പായത്തെ റെഡിയാക്കി. അതിന്റെ പേര് ലെഡ് കർത്തിയം. ദാണ്ട് ഇവിടെ ആംപ്ലിഫയർ ഇരിക്കുന്നു, ബോക്സ് ഇരിക്കുന്നു, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു സാധനം വെച്ചൊട്ടിക്കും കടയും, അതിന്റെ പേര് കർത്തിയം. ഇന്ന് രാത്രി സജു ചാത്തന്നൂരോട് പ്രസംഗിക്കുമ്പോൾ കർത്തിയത്തിന്റെ 1 കോടി കുപ്പായം ഇസ്രയേലിനകത്ത് അവർ ഉണ്ടാക്കി കഴിഞ്ഞു. അവർ രാത്രി പേരിക്കെടുത്തില്ല. അതിനാസ്പദമായി ഒരു കാര്യം ചെയ്തു. ചില മരിച്ച ഡെഡ് ബോഡി അവർ സീനായിൽ കൊണ്ടുവന്നു. ഇസ്രയേലിന്റെ വിമാനം അത് താഴേക്ക് എന്തോ ചെയ്തു, ആറ്റം പ്രയോഗിച്ചു ഈ ബോഡിക്കകത്ത്. പക്ഷേ ഈ ഷെൽട്ടർ, ഈ കുപ്പായം ഇട്ടുകൊണ്ട് മരിച്ച ബോഡിയിൽ റേഡിയേഷൻ ഇട്ടില്ല. അത് കഴിഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു എന്ത് ചെയ്തു? സകല യഹൂദന്മാർക്കും തലയെണ്ണി ഇന്ന് രാത്രി കുപ്പായം കൊടുത്തു. ആരാ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ? ഇന്ന് രാത്രി കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലർ അല്ല, ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ അല്ല, റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി അല്ല. ആദ്യത്തെ ശാസ്ത്രജ്ഞന്റെ പേരാ യാക്കോബ്. എല്ലാവർക്കും അറിയാം, അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് അവൻ എവിടെ പോയി? അമ്മാച്ചന്റെ വീട്ടിൽ പോയി, അങ്കിൾ ലാബാന്റെ വീട്ടിൽ. ആടുമാട് കാറുകളുമൊക്കെയായി. പക്ഷേ യാക്കോബ് വാഹിയായിരുന്നു. സ്വോത്രം. എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്വോത്രം. അവിടെ ചെന്നപ്പം കടബാര് ബത്തമ്പാലയിലെ നിർമ്മൽ കൃഷ്ണ പൊട്ടിയോലെ ലാബാൻ ആകെ പ്രശ്നത്തിലായി. അത് കഴിഞ്ഞിട്ട് ആടിനെല്ലാം രോഗവും കൂടെ വന്നു. ലാബാൻ എന്തോ ചെയ്തു? യാക്കോബിനോട് പറഞ്ഞു, കുഞ്ഞെ പെൺപിള്ളാരെ കല്യാണം കഴിച്ചാൽ വാട്സപ്പിൽ ഫോട്ടോയും കൊടുത്തു. അപ്പൊ എങ്ങനെ രക്ഷപ്പെടാ? അപ്പൊ പറഞ്ഞു, ആട്ടിന്റെ കള്ളറ് മാറ്റ. ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കുവാൻ വന്നു. യാക്കോബ് ഒരു കാര്യം ചെയ്തു, ഞെരിഞ്ഞിൽ വടിയും പോയ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാടിക്കകത്ത് കലക്കി കൊടുത്തു, പാത്തി മാറ്റി. ആട് വെള്ളം കുടിച്ചു. 6-ാം മാസം ചെരയേറ്റ് പ്രസവിച്ചു. ആടായി കറുത്താടും വരയാട്. അപ്പൊ ആടിന് കള്ളർ മാറ്റിയത് ആരാ? രാജീവ് ഗാന്ധി സെന്റർ ബയോടെക്നോളജി അല്ല, മണ്ണുത്തി സർവകലാശാല അല്ല, സിനിമാ നടൻ വിജയ് അല്ല ആടിന് കള്ളർ മാറ്റിയത്. ആട്ടിന് കള്ളർ മാറ്റിയ വല്യപ്പന യാക്കോബ്. കരമുയർത്തുന്നവർക്കായി അവന്റെ മക്കളായി ഇന്നത്തെ ഇസ്രായേൽ. അതുകൊണ്ട് ആദ്യത്തെ ശാസ്ത്രജ്ഞന വല്യപ്പൻ യാക്കോബ്. അതുകൊണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ അവനെ അടിച്ചാലും ഒരു രക്ഷയുമില്ല. ഇത്രയും ബുദ്ധി കേന്ദ്രം നോബൽ പ്രൈസ് നേടിയത് ആടിന് കള്ളർ മാറ്റിയവന യഹൂദൻ. അവന്റെ കൊച്ചുമക്കൾ ഇന്നത്തെ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനകത്ത് 1 കോടി പേർക്ക് ഇന്ന് പുതപ്പിക്കുവാൻ എന്തോ ഉണ്ട്. അവർക്ക് നല്ല ലഡിന്റെ കർത്തിയത്തിന്റെ കുപ്പായമുണ്ട്. പാറശാലയിലും പളുകലും നിങ്ങൾക്ക് വല്ല കുപ്പായവും ഉണ്ടോ? സ്വോത്രം. റേഷൻ കട വരെ പൂട്ടാറായി. എന്നാൽ ഇന്ന് രാത്രി നമുക്കൊരു കുപ്പായം കിട്ടി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യഹൂദന് ക്രൂശിക്കുവാൻ ഒരു യേശുവിനെ കിട്ടി. പടയാളികൾക്ക് യേശുവിന്റെ വസ്ത്രം കിട്ടി. യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. യേശുവിനെ അടക്കി ഉയർത്തെഴുന്നേറ്റിച്ച് പാറശാല പ്രസംഗിക്കാരനും വെള്ളറുടെ ബാർ ഹോട്ടലുകാരനും കോടികൾ ഉണ്ടാക്കി. എന്നാൽ എനിക്ക് നിനക്ക് കാൽവറിയിൽ നിന്നൊരു കുപ്പായം കിട്ടി. അതിന്റെ പേരത്ര രക്ഷയുടെ വസ്ത്രം. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി യഹൂദന്റെ കുപ്പായം നമുക്ക് വേണ്ട. രക്ഷയുടെ വസ്ത്രമുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറാ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പളുകളിനോട്, മറ്റൊരുത്തനിലും ഒരു രക്ഷയില്ല മക്കള്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമ യേശുവിന്റെ നാമ. ഇന്നുള്ള ആകാശവും ഭൂമി ദൈവത്തേക്കായി സൂക്ഷിച്ചിരിക്കുന്നു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. തീർന്നില്ല. ആറ്റം പൊട്ടിയാൽ അല്പകാമം കുഴിമന്തിയും തിന്ന് കറുത്തമുത്തും ചന്ദനമഴയും കണ്ട് ഇവിടെ കറങ്ങാൻ ആരും പ്രതീക്ഷിക്കേണ്ട, പോയേ പറ്റത്തുള്ളൂ. സ്വോത്രം. പെന്തിക്കോസുകാർ കേട്ടാട്ടെ, കുവൈറ്റ് നല്ലൊരു രാഷ്ട്രമായിരുന്നു. നല്ല എണ്ണ കിട്ടുന്ന കാശായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ആ സദാം ഹുസൈൻ കയറിയപ്പോൾ 4-ാം പക്കം ഒരു നേരത്തെ കുപ്പി വെള്ളത്തിന് വേണ്ടി കുവൈറ്റിനകത്ത് മലയാളി കാത്തു നിന്നെങ്കിൽ, ഒരു ബ്രെഡിന് വേണ്ടി കാത്തു നിന്നെങ്കിൽ, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരാറായി. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ വെളിപ്പെടുന്ന നാൾ, ലത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ വെളിപ്പെടുന്ന നാൾ. കാന്തൻ വരവിൽ കൈവിടപ്പെട്ടു പോയ നിന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്താകും? ഇന്ന് രാത്രി പാറശാലക്കാർ പള്ളികൾ കേട്ടിട്ട് വൈക്കമനെ എസെക്കിയേൽ പ്രവചനം 39:14-15. ഈ ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താകും? എസെക്കിയേൽ 39:14-15. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. വൈക്കാം. ആറ്റമായുധം പൊട്ടിയാൽ, വെടിപ്പാക്കേണ്ടതിന്, ആറ്റം യുദ്ധം പൊട്ടിയാൽ
പറഞ്ഞാൽ ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. അതിന്റെ തുടക്കം ആ കോവിഡ് അച്ഛനും അമ്മാമ്മയും മരിച്ചപ്പോൾ ആര് വന്നു? 6 ചെറുപ്പക്കാർ കൂട്ടിട്ടുണ്ട് വന്ന്. ആരെയും കാണിച്ചില്ല. അവർ കൊണ്ടുവന്ന് കുഴി താത്ത് കളഞ്ഞു, ചിലരെ കത്തിച്ചും കളഞ്ഞു. ഡെയിലി വേജസ് ശവമടക്കാൻ ലോക ചരിത്രത്തിൽ ആദ്യമായി കോവിഡ് കാലത്ത് പണം കൊടുത്ത് ശവമടക്കിയത് മനസ്സിലാകുന്നവർക്കായി. കൂലിയാ സർക്കാർ കൊടുത്തത്, അടക്കം ആംബുലൻസ് വരുന്ന പിള്ളേർക്ക്. അടുത്തത് നിത്യപ്രവർത്തിക്കാരെ എഴുന്നേൽപ്പിക്കും. അടുത്ത വാക്ക് 7 മാസം കഴിഞ്ഞ ശേഷം. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിഞ്ഞു. അയ്യോ, ഇന്ന് അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞാൽ 3-ാം ദിവസം മോർച്ചറി വെച്ചിട്ടില്ലേ ഭയങ്കരമായ പാട്ടും പ്രാർത്ഥനയും എല്ലാം കൂടെ. സ്വോത്രം. ജീവിച്ചിരിക്കുമ്പോൾ നന്മ വാക്ക് പറയത്തില്ല, ചത്ത് കഴിഞ്ഞപ്പോൾ പറയാം അച്ഛൻ നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു. ഇന്ന് രാത്രി എവിടെ 7 മാസം എല്ലാവരും രാത്രി വീട്ടിൽ ചെന്നിട്ട് മൊബൈൽ അടിക്കണം. മൊബൈൽ അടിച്ചിട്ട് വെക്കണം. റഷ്യയിലെ ഉക്രൈനിലെ ശവമടക്കം എന്ത് ചെയ്തു? വഴിയരിയെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹമാസിന്റെ പൊളിഞ്ഞ ബിൽഡിങ്ങിനകത്ത് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം മരിച്ച ഡെഡ് ബോഡി ഇപ്പോഴും ആ ശവം അടക്കിക്കൊണ്ടിരിക്കുന്ന റെഡ് ക്രോസ്. ഇതൊക്കെ കാണണം അമ്മാമേ, ടെലിവിഷൻ എടുത്തിട്ട്. അന്ത്യകാലമായത്. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ, 7 മാസം കഴിഞ്ഞിട്ട് വേണം. അടുത്തത് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ആറ്റമായുധം പൊട്ടിയാൽ ആ ശവത്തെ ആരും തൊടത്തില്ല. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ട. ആറ്റം പൊട്ടിയായി 18,000 ആറ്റമായുധമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്താ? മനുഷ്യ ശരീരം വടിയരികെ കിടക്കുക. അടുത്ത വാക്ക് അതിനരികെ ഒരു അടയാളം വെക്കും. ആ അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. സെമിത്തേരിയിലും അടക്കത്തില്ല, വീട്ടിനകത്തും അടക്കത്തില്ല. 2 കാര്യം കേട്ടോടാ. ഇന്ന് രാത്രി ശ്രീലങ്കയിലെ തമിഴ് പുലികളുടെ നേതാവായിരുന്നു വേലുപ്പിള്ള പ്രഭാകർ. അദ്ദേഹത്തെ കൊന്നത് ക്ലസ്റ്റർ ബോംബാ. കിടന്നത് എവിടെ? അരുമയാണ് തമിഴ് മക്കളെല്ലാം കേട്ടാട്ട്. അതാരും കാണിച്ചില്ല. അദ്ദേഹം കിടന്നത് ബട്ടിക്കോലാവയില. അദ്ദേഹത്തെ മോനെയും കൊന്നത്. 6 മാസം അവിടെ കിടന്നു. ഒരു ഷീറ്റ് ഇട്ടാ പുതപ്പിച്ചത്. 6 മാസം കഴിഞ്ഞപ്പോൾ BBC കാണിച്ചു. പൊക്കളൈനർ എടുത്തു. വേലുപ്പിള്ളയുടെ പ്രഭാകരന്റെ മോന്റെ ഡെഡ് ബോഡി ഇങ്ങനെ എല്ലും കോലും എലുമ്പെല്ലാം അവിടെ കൊണ്ടുപോയി ജാഫനയിലെ കടലിടുക്കിൽ റേഡിയേഷൻ ഏക്കാത്തടത്താ കൊണ്ട് കുത്തിത്താത്തത്. തുടക്കം ശ്രീലങ്ക. കേട്ടോ. അത് കഴിഞ്ഞ് കൊല്ലം ജില്ലയിൽ പരവൂരിൽ പൊട്ടാസ്യം നൈട്രേറ്റ് പൊട്ടിയ രാത്രി ഉത്സവം. 138 പേരാ കൊല്ലത്തോട് ഞങ്ങളുടെ നാട്ടിൽ ഗുഡ് ബൈ പറഞ്ഞത്. ശരീരം ചിതറിപ്പോയി, ചിലതെല്ലാം ഒട്ടിച്ചു കൊടുത്തു. ബാക്കി ശവശരീരത്തിന്റെ ഭാഗമെല്ലാം കൂടെ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? പരവൂർ കായലിലും കടലിലും കൊണ്ട് റേഡിയേഷൻ ഏക്കാതെ മുക്കി. ആരും തൊടത്തില്ല. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ എലുമ്പും അസ്ഥിയും വഴികെ കിടക്ക്. അതിന് റെഡ് ക്രോസ് വരും. അത് അടയാളം വെക്ക്. കേടായ കാറുകൾ എന്ന് തൂക്കുന്നത് പോലെ അത് കൊണ്ടുപോകും. എവിടെ അടക്കം? വീട്ടിനകത്ത് അടക്കത്തില്ല. പളികൾ CSI സെമിത്തേരിയിൽ അടക്കത്തില്ല. നെടുവാൻപിള്ള ECയുടെ സെമിത്തേരിയിൽ അടക്കത്തില്ല. പളികൾ പെന്തക്കോസ് ദൈവസഭയുടെ സെമിത്തേരിയിൽ അടക്കത്തില്ല. ഒന്നി കോവളം, അല്ലെങ്കിൽ പൂവാർ, അല്ലെങ്കിൽ കൊല്ലങ്കോട്, അല്ലെങ്കിൽ കാട്ടാക്കടക്കാർക്ക് നെയ്യാറിന്റെ ആടുവള്ളിയും തേക്കുപാറയും പന്തയിലും കൊണ്ടുപോയി വെള്ളത്തിനകത്ത് കുത്തിത്താക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ട റഷ്യ ഉക്രൈന് ഇന്ന് രാത്രി നിങ്ങളുടെ ടെലിവിഷൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഹമാസ് വടിയേരിയ കിടക്കുന്ന ഡെഡ് ബോഡികളെല്ലാം പൂന കൂട്ടിയിട്ട് എവിടെ കൊണ്ടുപോയി തട്ടിക്കളയോ? കോവിഡ് കാലത്ത് കളയുന്നത് പോലെ. ഇന്ന് രാത്രി പളുകലിനോട് ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ ഇടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പാട്ടുപാടാൻ കൊയർ കാണത്തില്ല, തിരുമേനി കാണത്തില്ല, ഐമേനി കാണത്തില്ല, പാസ്റ്റർ കാണത്തില്ല, പരിപ്പുവട കിട്ടത്തില്ല, ചായ കിട്ടത്തില്ല, പാറശാലയിൽ നിന്ന് RIP റെസ്റ്റ് ഇൻ പീസ് മാർബിളും കാണത്തില്ല. എവിടെങ്കിലും അല്ലേലും ഈ അസ്ഥി കൊണ്ടുപോയി വെള്ളത്തിനകത്ത് റേഡിയേഷനേക്കാതെ കുത്തിത്താക്കുന്ന ഒരു കാലം വരാറായി. പളുകലെ കുടവിളാകമേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്ക് ഇതാകുന്നു രക്ഷാ ദിവസം. വരാനിരിക്കുന്ന കോപ ദിവസത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോണോ? അതുകൊണ്ട് പൗലോസ്ലീഗ ധന്യം ചൊല്ലി ദുഷ്കാലം ഞങ്ങളുടെ യോഹന്നാൻ അപ്പോസ്തലൻ സഭയോട് പറഞ്ഞു, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും ദൈവസഭയെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് കേരളത്തിൽ മാത്രമായിരുന്നു ആശീർവാദം. ഇന്ന് നാഗർകോവില് എങ്ക പോയാലും ബ്ലസ്സിങ് ആശീർവാദം. ഉലകത്തിന് മുടിവുമില്ല, കടസിക്കാല ചെയ്തികളുമില്ല. സ്വോത്രം. കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി നീ രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കിയിട്ട് ഗ്രൗണ്ടിനകത്ത് പോകാവൂ. സ്വോത്രം. കാലം തീരാറായി, കാന്തൻ വരാറായി. ആറ്റം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥയും കൂടെ. പെന്തിക്കോസുകാരെല്ലാം കേട്ടാട്ടെ, ആശീർവാദമല്ല, അനുഗ്രഹം നല്ലതാ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. നിനക്ക് വീട്, നിന്റെ കുഞ്ഞുങ്ങളെ വെളിനാട്ടിപ്പെടും. പക്ഷേ കാന്തൻ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നീ ശിക്ഷാവിധിക്ക് വിധേയമാകും. അതുകൊണ്ടാണ് ഞങ്ങൾ
நாங்கள் இந்த நாட்களில் அருமையான வேதம் சொல்கிறது, உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசுகிறது. അങ്ങനെ എങ്കിൽ കാന്തൻ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താ? വായിക്കാം പ്രവചന, സെക്കരിയ പ്രവചനം 14:12 വാക്യം. കാന്തൻ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാം കർത്താവിന്റെ വരവ്. സെക്കരിയ പ്രവചനം 14:12 മോൻ വായിച്ചട്ടെ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷാവിധിയാവിത്. എല്ലാവരും കേട്ടാട്ടെ. 1998 എല്ലാവരും കേൾക്കണം. മോൻ അവിടെ വാക്യം വെച്ചാറ് എല്ലാവരും മനസ്സിലാക്കണം വിജ്ഞാനം. 1998 ഇസ്രയേൽ ഒരു ബോംബ് ഉണ്ടാക്കി, എത്തനിക് ബോംബ്, ബാളിന്റെ വലിപ്പ, അതിനകത്ത് അപ്പൂപ്പൻ താടി പോലെ വൈറസ്. അതിന്ന് ഇസ്രയേലിന്റെ കയ്യിലുണ്ട്. അത് തുറന്നു വിട്ടാൽ എല്ലാം അവന്റെ ആപ്പീസ് പൂട്ട്, നാടൻ ഭാഷ. അത് കണ്ടിട്ടായി ചൈന ഈ കോവിഡിന്റെ വൈറസിനെ ഉണ്ടാക്കിയത് വുഹാനിൽ. ഒന്ന് എത്തനിക് ബോംബ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഇസ്രയേലിന്റെ കയ്യിലൊരു പൊടിയുണ്ട്. ചെറുപ്പക്കാർ വിജ്ഞാനത്ത് ഇവിടെ ബി എക്കാരുണ്ട്, സി എക്കാരുണ്ട്, എം സി എക്കാരുണ്ട്, BE പഠിക്കുന്നവരുണ്ട്. ഇവിടെ എല്ലാം പക്കത്തിൽ നല്ല കോളേജ് ഇരിക്കുന്നത്. ഇസ്രയേലിന്റെ കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട് കുഞ്ഞുങ്ങളെ, അതിന്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. അത് കുടഞ്ഞാൽ മനുഷ്യന്റെ നട്ടലിനകത്ത് ഇൻഫെക്ഷൻ വരും. ഹമാസുമായിട്ടുള്ള യുദ്ധം പോരാടിയപ്പോൾ സൗദി അറേബ്യയും ദുബായും, അത് കഴിഞ്ഞ് ഇവരാരാ UN പറഞ്ഞു മര്യാദക്കിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇസ്രയേൽ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ അവസാന ഒരു തന്ത്രമുണ്ട്. അതിന്റെ പേരാ സാംസൺ അഥവാ ശിംശോന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താ? സാംസൺ ആക്ഷൻ എന്നതിന് വിളിക്കുന്ന ഇംഗ്ലീഷിൽ. ശിംശോനെ കണ്ണു കുത്തി പൊട്ടിച്ചുകൊണ്ട് ഗസയിലേക്ക് പോയി. ശിംശോന് കാര്യം പിടികിട്ടി. അവസാനം അവൻ കർത്താവിനോട് നിലവിളിച്ചു, എനിക്കൊരവസരവും കൂടെ തരണം. മനസ്സിലാകുന്നവർക്കായി ആ അവസരത്തിൽ അവനും തീർന്നു, അവന്റെ ശത്രുക്കളും തീർന്നു. അതിന്റെ പേരാ സാംസൺ ആക്ഷൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹമാസുമായിട്ടുള്ള പോരാട്ടത്തിനകത്ത് അറബ് ലീഗ് സകല രാജ്യങ്ങളും ഇസ്രയേലിനോട് പറഞ്ഞു, ഗതികെട്ടാൽ ഞങ്ങൾ അവസാനം നിനക്ക് നേരെ അടിക്കും. അപ്പോൾ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഗതികെട്ടാൽ ഞങ്ങളുടെ ഒരു ആക്ഷൻ ഉണ്ട്, സാംസൺ ആക്ഷൻ. നിങ്ങളെയും തീരും ഞങ്ങളും തീരും. സ്വത്രം. അങ്ങനെ ഒരു പൊടി ഇരിപ്പുണ്ട് ചെറുപ്പക്കാര്, അതിന്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. ഇപ്പൊ അത് കുടയത്തില്ല. കുഞ്ഞുങ്ങൾ ചോദിക്കും, പക്ഷേ എന്താ കുടയാത്തത്? അത് കുടയുന്നതിന് വിട്ട് വിടുന്ന ഒരു കൂട്ടം പോണ്. അവരുടെ പേരാ രക്ഷയുടെ പെട്ടകത്തിനകത്ത് പേർ ചേർത്തപ്പെടട്ടെ ദൈവമക്കൾ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കാലം തീരാറായി, കാന്തൻ വരാറാ. ഇസ്രായേൽ അന്തിമ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അതിന്റെ പേരാ സാംസൺ ആക്ഷൻ. പക്ഷേ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അത് കുടയും. അത് കുടഞ്ഞാൽ പാറശാല അപ്പച്ചനും അമ്മച്ചിയും ചെറുപ്പക്കാരും എങ്ങനാവും? വായിച്ചട്ട് മോനെ, അവർ നിവർന്ന് നിൽക്കുമ്പോൾ. വായിച്ചട്ടെ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. ഇതിന്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. അതുകൊണ്ടാണ് യഹൂദനെ എല്ലാവരും പേടിക്കുന്നത്. അപ്പൂപ്പൻ താടി കുടയുന്നില്ല. കോവിഡ് വൈറസ് ഒന്നുമല്ല മക്കളെ. ആകാശത്തിൽ നിന്ന് പ്ലെയിനകത്ത് നിന്ന് കുടഞ്ഞാൽ അന്തരീക്ഷത്തിൽ കൂടെ ഇറങ്ങി വന്നാൽ നമ്മുടെ മൂക്കിനകത്ത് കയറിയാൽ ദാ കിടക്കുന്ന നെർവസ് സിസ്റ്റം ഫെയിലിയർ, കുഴഞ്ഞ് മനുഷ്യൻ മരിക്കും. അതാ വൈറ്റ് ഫോസ്ഫറസ്. അതിന് ഇസ്രായേൽ പറയുന്നു, വി ആർ അറ്റാക്കിംഗ് വിത്ത് സാംസൺ ഓപ്ഷൻ. ഗതികെട്ടാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കത്തി എറിയുന്ന പോലെ അവൻ എറിയുമെന്ന്. അവിടം വരെ ആയിരിക്കുക. അവർ നിവർന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു പോകും, സകലരുടെയും മാംസം ചീഞ്ഞഴിയും. രണ്ടാമത്തെ കാര്യം വായിച്ചാട്ട് മക്കളെ, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി. എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ടെ. ആറ്റമായുധം പൊട്ടിയാൽ 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ നാഗസാക്കി 2 പൊട്ടിയത്. എനാഗുള ബോക്സുകാർ 2 വിമാനങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകാമെന്ന് ഇതായിരിക്കും നമ്മുടെ അരിമേന കൊളന്തകൾ സ്കൂളിൽ ക്ലാസ്സിക്ക് പോകാൻ വന്നപ്പോൾ ആകാശത്തിൽ നിന്ന് നല്ല കൊട പോലെ മഴവില്ല്. ആ സമയത്ത് വീണതാറ്റമാ. കുഞ്ഞുങ്ങൾ എന്താ ചെയ്തത്? ചാടി വെള്ളത്തിനകത്ത് ചൂടുകൊണ്ട് ബോക്സും കാറും പേനയൊക്കെ വലിച്ചെറിഞ്ഞു. വെള്ളം 400 ഡിഗ്രി സെന്റിഗ്രേഡ് തിളച്ചു. കണ്ണ് തടത്തിൽ തന്നെ ഉരുകിപ്പോയി. ഹിരോഷിമ നാഗസാക്കി 2 ആറ്റം. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, മനുഷ്യന്റെ കണ്ണ് ആറ്റമായുധം പൊട്ടിയാൽ തന്നെ തടത്തിൽ നിന്ന് ഉരുകിപ്പോകും. ഇതിൻ്റെ ഒരു സാമ്പിൾ പറഞ്ഞു തരാം. കാസർഗോഡ് പോകണമെങ്കിൽ ബരിയ, ബന്തെടുക്കാവ്, ഉപ്പള, നീലേശ്വരം, അവിടെ പണ്ട് കശുമാവ് ഉണ്ടായിരുന്നു. ഇപ്പം തമിഴ്നാട്ടിലെ കണക്ക്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരുന്നടിച്ച് എൻഡോസൾഫാൻ. കശുമാവെല്ലാം മുറിച്ച് പെന്തിക്കോസുകാർ മാസയോഗത്തിന് തീ വരിച്ചു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പക്ഷേ ഇന്നും കാസർഗോഡ് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കവിളിവിടെ, കണ്ണിവിടെ, പല്ലിവിടെ. ആ കുഞ്ഞുങ്ങളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കൊണ്ടിട്ട് സമരം വിളിക്കുന്നു. എൻഡോസൾഫാൻ. കരം ഉയർത്തുന്നവർക്കായി പത്രം വായിക്കണം കുഞ്ഞമ്മാമേ. സ്വപ്ന സരിതയും വായിക്കാതെ ഇതൊക്കെ വായിര്. എൻഡോസൾഫാൻ അടിച്ചപ്പോൾ ഇന്ന് കണ്ണ് വേറെ, മൂക്ക് വേറെ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മനുഷ്യന്റെ കണ്ണ് തടത്തിൽ നിന്ന് ഉരുകിപ്പോകും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. അവരുടെ നാവ്
വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. നല്ല പാട്ട് പാടിക്കുന്ന അരിമേന തമിഴ് പാട്ട് പാടുന്ന നായികൾ കേരളത്തിലെ ലജ്ജാവതിയും തമിഴ്നാട്ടിൽ രാജാ കയ്യാമച്ച പാടിക്കൊണ്ടിരിക്കുക. നിന്റെ നാവെല്ലാം തടത്തി കൊഴിഞ്ഞു പോകും. മനസ്സിലായത്? ഈ മാർത്താണ്ഡത്തിന് താഴെ പോകുന്ന മൺഡേ മാർക്കറ്റ് തോവാള്, അവിടെ എല്ലാം അരുമയാണ് യോഗ കൂട്ടകൾക്ക് ഞാൻ പോകുന്നത്. തമിഴ് വാലിബൻ വൈകിട്ട് എല്ലാം മാങ്ങയെല്ലാം കൂടെ പറക്കി കൂട്ടും. ഞാൻ കാണുന്നതാണ് വളരെ ക്ലിയറായിട്ട്. കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നത് രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ ഉപദേശിമാർ രാത്രി അടിക്കുന്ന കൺവെൻഷൻ അടിക്കുന്ന പോലെ സ്പ്രേ അടിക്കുക നിബിയ. ഞാൻ ആ പയ്യനോട് ചോദിച്ചു ഒരു ദിവസം. അപ്പം പറഞ്ഞു, പാസ്റ്റർ ഇപ്പം സ്പ്രേ അടിച്ചാൽ രാവിലെ പഴുത്തിരിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി തോവാള മൺഡേ മാർക്കറ്റ്, അതാ കാരക്കോണത്ത് ചിന്നമാമ മേടിക്കുന്ന കോട്ടുകാലും അൽഫോൻസായി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. തലേന്ന് മരുന്നടിക്കുന്നത് രാവിലെ വെള്ളറടെ പഴുത്തിരിക്കുമെങ്കിൽ ആറ്റമായുധം പൊട്ടിയാൽ ലജ്ജാവതി പാടുന്ന നിന്റെ നാവ്, അതിൻ്റെ പേരാ ടങ് ഇൻഫെക്ഷൻ. പെരിയ ഇൻഫെക്ഷൻ. ശബ്ദമെടുക്കാതിരിക്കുക. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ഇന്ന് രാത്രി നടു കുനിഞ്ഞു പോകും. മാംസം ചീഞ്ഞഴിയ ഉലകത്തെ കാണുന്നതിൻ്റെ കണ്ണ് തടത്തിൽ നിന്ന് ഒഴുകിപ്പോകും. ആർക്കും സംസാരിക്കാൻ പറ്റാതെ ടങ് നാവ് പഠിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? പാറശാല കൊടവിളാകമേ ട്രെയിൻ വരാറായി, ചൂളമടി തുടങ്ങാറായി. ഇന്ന് രാത്രി 2 ടിക്കറ്റ് പാറശാല പോയാൽ കിട്ടും, അല്ലെങ്കിൽ നെയ്യാറ്റിക്കര കിട്ടും, 1 ഫ്ലാറ്റ് വണ്ടി കിട്ട. എത്ര പ്രശ്നങ്ങൾ പാറശാലയും നെടുമാൻവിളയും കൊടവിളാകവും കന്നുമാമോടും ആലമ്പാറയും മേൽപ്പാലയും മേൽപ്പുറവും ഇവിടെ എല്ലാം കേട്ടിട്ട് ഇതുവരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടക്കാൻ നീ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ രക്ഷയുടെ ടിക്കറ്റിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ എന്റെ കാന്തൻ വരാറായി. തീർന്നില്ല. ഇന്ന് മനുഷ്യൻ മരിക്കാനല്ല ജീവിക്കാൻ കൊതിക്കും. മരിക്കാൻ കൊതിക്കുന്ന ഒരു കാലം വരാറായി. വായിക്കാം, എല്ലാം കേട്ടാട്ടെ, എല്ലാവരും കേട്ടാട്ടെ. വായിച്ചാട്ട് മോനെ. അഗ്നിപർവ്വതം പൊട്ടാൻ പോകുന്നു. നാട്ടുകാർ കേട്ടാട്ടെ. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അതിന്റെ പേരാ വൾക്കാനോ എക്സ്പ്ലോഷൻ. വായിക്കാം മോനെ. വെളിപ്പാട്. അഗാധകൂപം തുറന്നു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. അഗ്നിപർവ്വതം പൊട്ടു. എല്ലാവരും കേട്ടാട്ടെ. 600-ൽ പരം അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുക. ഇന്തോനേഷ്യ 400, കൊറിയ 200, 1000 ചിൽവാൻ അഗ്നിപർവ്വതമാ. എല്ലാവരും കേട്ടാട്ടെ. റഷ്യയിൽ ഒരിക്കൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി, പുക ഇറങ്ങി വന്നു. 40 ദിവസം പ്ലെയിൻ പോയില്ല. ആകാശത്തിലെ പുക. ഇനി കോവിഡല്ല വലുത് പ്ലെയിൻ പോകാത്ത കാര്യം. ആ കൂപത്തിൽ നിന്ന് പുക പൊങ്ങ്. എവിടാ? സുനാമി കേട്ട എത്ര പേരുണ്ട്? സുനാമി കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. സുനാമി കടലിളകിയതല്ല. ഇന്തോനേഷ്യയിലെ കടലിനടി ജാവയ്ക്കകത്ത് കടലിലെ അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി. മനസ്സിലാകുന്നവർക്കായി. അതിന്റെ ലാഭ കയറിയത് അമ്മമ്മേ 2004 ഡിസംബർ 26-ാം തീയതി 3 ലക്ഷം പേരാ ഗുഡ് ബൈ. ഒറ്റ അഗ്നിപർവ്വതം പൊട്ടിയ. ബാക്കി ഞാൻ മിണ്ടുന്നില്ല, മറ്റൊരു അവസരത്തിൽ ബാക്കി പറയാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 600 അഗ്നിപർവ്വതം പൊട്ടിയാൽ ഇപ്പോഴും പലത് പുകഞ്ഞുകൊണ്ടിരിക്കുക. അഗ്നിപർവ്വതത്തിനകത്ത് കൂപത്തിൽ നിന്ന് പുക പൊങ്ങ്. ഇനി വരാൻ കാണുന്നത് ആ കൂപത്തിന്റെ പുകയാൽ. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അതുകൊണ്ടാ ബൈബിൾ കരമുയരത്തില്ല. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതിയെയും കരമുയർത്തുന്നവർക്കായി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോലെ. എത്ര സയൻസ്! ഒരാഴ്ച നിന്നാലും തീരത്തില്ല. അത് മാത്രം സയൻസാ ബൈബിളിനകത്ത്. അന്ധകാരം ഭൂമിയെ കൂരിരുട്ട് ജാതികളെയും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമി. അപ്പൊ പുകയിൽ നിന്ന് വെട്ടുക്കിളി വരിക. ഇനി ആ സംഭവം നടക്കാൻ പോകുന്നത്. പുകയ്ക്കകത്ത് വെട്ടുക്കിളി ഉണ്ടോ? ഇവിടെ ഗൾഫിൽ പോയ പല ചെറുപ്പക്കാരും കാണും. അതിൻ്റെ അടിയ മണലിൻ്റെ അടിയിൽ, ഗൾഫിലെ ചൂട് 48, മണലിൻ്റെ അടിയിൽ പാമ്പ് കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ പുകയ്ക്കകത്ത് വെട്ടുക്കിളിയുണ്ട്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വെട്ടുക്കിളി. ഇന്ന് രാത്രി പാറശാലക്കൂടി ഞാനൊരു കാര്യം പറയാം. ചൂടിങ്ങനെ പോയാൽ ഒരു കാര്യം നടക്കാൻ പോകുന്നു. പാമ്പ് പറക്കും. നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത. ഇവിടെ പാമ്പ് പറക്കാൻ പോകുന്നു. സ്വോത്രം. 2013 എല്ലാവരും കേട്ടെ. 2013 ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി. രാവിലെ 5:30 ഫോൺ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ 15 പാമ്പ് ആകാശത്തിൽ പറന്നു. നിങ്ങളുടെ മൊബൈൽ എടുത്താൽ എന്താ ഈ പാമ്പിന്റെ കുഞ്ഞിന്റെ അകത്ത് ശൽക്കമുണ്ട്. ആ ശൽക്കം പൊട്ടിയില്ല ചൂട് കൊണ്ട്. അവസാനം അത് ചിറക് രൂപത്തിലായി. അങ്ങനെയെങ്കിൽ പാമ്പ് പറക്കും. ഇനി കാണാൻ പോകുന്ന കാഴ്ച 2013 ഫെബ്രുവരി 4 മലയാള മനോരമ. മൊബൈലിൽ ടൈപ്പ് നോക്കിയാൽ മതി. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ 15 പാമ്പുകൾ പറന്നുപോയി. പാല് കൊണ്ടുവന്നവൻ ജീവനം കൊണ്ട് ഓടിക്കഴിഞ്ഞു. പത്രക്കാരനും പോയി. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ചൂടിങ്ങനെ പോയാൽ
വാരത്തിലിരിക്കുന്ന പാമ്പ് രാത്രി യോഗം കഴിച്ച് കർത്തൃദാസൻ പോകുമ്പോൾ ക്രൈസ്തലോട് റോഡിനകത്ത് സന്തോഷമില്ലല്ലോ, സ്വോത്രം, കുഴപ്പം ഇതല്ല. അവന് വാരത്തിലിരിക്കാൻ വയ്യമ്മേ. അങ്ങനെയെങ്കിൽ ചൂട് പെരുകിയാൽ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അഗ്നിപർവ്വതം പൊട്ടിയാൽ മണലിനകത്ത് പാമ്പ് കിടക്കുന്ന ഒരു സാധനമുണ്ട്, അവന്റെ പേരാ വെട്ടുക്കിളി. ആ വെട്ടുക്കിളി ഇറങ്ങിയാൽ മനസ്സിലാക്കാം. വെട്ടുക്കിളിയുടെ പ്രത്യേകത എന്ത്? രാവിലെ പാറശാലയും കുടവിളാകത്തും അച്ചായന്മാർ പ്രാർത്ഥിച്ച രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഭരണകൂടത്തെ പറ്റി അതിന്റെ വാല് മോൻ അടുത്ത വാക്യം വായിച്ചാട്ടെ, 5-6 പെന്തിക്കോസാരെല്ലാം കേട്ടാട്ടെ. അവരെ കൊല്ലുവാനല്ല, അതിന്റെ വെട്ടുക്കിളിയുടെ വാലിനകത്ത് തേളിന്റെ വാൽ. വായിച്ചാട്ട് മോനെ. അവര് അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. അവരെ കൊല്ലുവാനല്ല, ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു അതിന്റെ വാലിൽ. വായിച്ചാട്ട് മോനെ. 5 മാസം ദണ്ഡിപ്പാൻ അത്രേ. അതാണ്ട് പാറശാലയിൽ അച്ചായന്മാര് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലോ. രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല കിളി ഇങ്ങനെ പറന്നു വരുന്നു. അച്ചായന്മാർ വിചാരിച്ച് നല്ല കിളിയാന്ന്, സ്വോത്രം. ആ കിളി അല്ല ഈ കിളി. എല്ലാ അച്ചായന്മാരുടെ വാലയിൽ ഒരു കുത്തു കൊടുത്തു. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അങ്ങനെയെങ്കിൽ ബാക്കി കാര്യം നമുക്ക് പാറശാല പളികൽ വിളിക്കാം. തോമാച്ചായനും ചിന്നമ്മാമയും രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു. തോമാച്ചായ സിറ്റ് ഔട്ടിൽ മലയാള മനോരമ വായിക്കുന്നു. ചിന്നമ്മാമ കാപ്പി ഇട്ട് കൊണ്ടുവരുമ്പോൾ, പ്രൂ കാപ്പിയായിട്ട് മുറ്റത്ത് വരുമ്പോൾ ആ ഒരു കിളി വരുന്നു. അമ്മാമ പറയാ പച്ചവെട്ടിൽ വരുവാ, നമുക്ക് അനുഗ്രഹം വരാറായി. എൻ്റെ കുഞ്ഞമ്മാമ ഇത് പച്ചവെട്ടിലല്ല. മനസ്സിലാകുന്നവർക്കായി കസേരയിലിരിക്കുന്ന അച്ചായൻ ഒരു കുത്ത്, അമ്മാമ്മയ്ക്ക് ഒരു കുത്ത്, കല്യാണം കഴിഞ്ഞ ജിനിമോനും ജിഷമോളും അകത്ത് കിടക്കുക. ആ AC യുടെ വാലിൻ്റെ ഇടയ്ക്കൂടെ അടുത്ത കുത്ത്. സ്വോത്രം. എല്ലാം കുത്ത് കിട്ടാൻ പോവാ. തേളിനുള്ള അധികാരം അന്ത്യകാലമായി പോയി. അടുത്തത് വായിക്കാൻ. കോവിഡ് 14 വർഷം കൊണ്ട് പ്രോട്ടീൻ ട്രിപ്പ് അടിച്ചാൽ മാറുമായിരുന്നു. അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. ഭൂമിയിലെ തേളിനുള്ള 5-6 വായിച്ചാട്ടെ. 9 അവരുടെ വേദന, അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. പെന്തിക്കോസാരെല്ലാം കേട്ടോ, തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന. അഗ്നിപർവ്വതം പൊട്ടിയാൽ. അടുത്ത വാക്ക്. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. ദാ കിടക്കുന്ന സ്വോത്രം. 5 മാസം SP കൊണ്ടുപോയ എടുക്കത്തില്ല, നിംസി കൊണ്ടുപോയ എടുക്കത്തില്ല, കിംസി കൊണ്ടുപോയ എടുക്കത്തില്ല. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കോവിഡ് വന്നപ്പോൾ 14 വർഷം കൊണ്ട് നമ്മൾ പ്രോട്ടീൻ ട്രിപ്പും മഞ്ഞപ്പൊടിയും കൊടുത്ത് ശരിയാക്കി ദൈവദാസന്മാര്. ഇതിന്റെ വേദന 5 മാസം. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. ഇവിടെ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യൻ മരത്തെ കെട്ടി തൂങ്ങും. യൂത കടന്നു പോലെ കിടക്കും. ക്രോമസോം ഡിവൈഡ് ആകത്തില്ല. മനസ്സിലാകുന്നവർക്കായി. രണ്ടാമത്തെ കാര്യം, പാറശാല എന്ന ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിന്റെ മുമ്പ് ചാടാൻ നോക്കും. അവിടെ ചാടിയാലും പെരുമ്പാൻ പൊട്ടുന്നത് പോലെ ക്രോമസോം കയറി പിടിക്കും. ശരീരം നുറുങ്ങത്തില്ല. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. എന്നാൽ വിചാരിക്കും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വെള്ളയുടെ നാരാട്ട് കൂടി പോകുന്ന ചിറ്റൂരോട്ട് ചാടാന്ന് വിചാരിക്കും. വെള്ളത്തിൽ കിടന്ന ബോൾ കിടക്കുന്ന പോലെ കിടക്കും. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. അത് കഴിഞ്ഞിട്ട് മരണം. വായിച്ചാട്ട് മോനെ. മരണം. അവർ മരണം അന്വേഷിക്കും. മരണം കാണുകയില്ലതാണ്. കണ്ടോ, ഇന്ന് ജീവിക്കാൻ കൊതിക്കുക. അടുത്ത വാക്കൂടെ കേട്ടിട്ട് ഇവിടെ നിൽക്കണോന്ന് പറ. ഈ തേളിന്റെ കൊത്ത് കിട്ടണോ? വായിച്ചാട്ട് മോനെ. അവർ മരിക്കാൻ കൊതിക്കും. അവർ മരിക്കാൻ കൊതിക്കും. അടുത്ത വാക്ക്. മരണം അവരെ വിട്ട് ഓടിപ്പോകും. കരമുയർത്തുന്നവർക്കായി കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മരണം അവരെ വിട്ട് ഓടിപ്പോകും. അഗ്നിപർവ്വതം പൊട്ടിയാൽ പുകയിൽ നിന്ന് വെട്ടുക്കിളി ഇറങ്ങി വരും. പാമ്പിനി താമസമിന പറക്കുന്ന ഒരു കാഴ്ച കേരളം കാണും. അന്ന് ഒരാൾ മാത്രം ദുഃഖിക്കും. ആരാ? ആശുപത്രിക്കാരനാണോ? 5 മാസം മരണമില്ലേ? ആര് ദുഃഖിക്കും? നല്ല ഓഫറും വരും. അതിന്റെ പേര് ശവപ്പെട്ടിക്കാരൻ ദുഃഖിക്കും. സന്തോഷമില്ലല്ലോ. ഓഫർ 50%. 5 മാസം ശവപ്പെട്ടിക്ക് ഓഫർ കാണത്തില്ല. വരാനിരിക്കുന്ന കക്ഷത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോണോ? ഇന്ന് ജീവിക്കാൻ കൊതിക്കുവാന്നേ അച്ചായ, പളികളുള്ള ചിന്നമാമയെ, കുഞ്ഞമാമയെ, തോമാച്ചായ, ഇത് സുപ്രസാദ കാലമാ. ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നു പോകണം. ഇല്ല, കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ഇവിടുത്തെ അഗ്നിപർവ്വതം പൊട്ടിയാൽ, പുകയിൽ നിന്ന് വെട്ടിക്കുള്ളി നീ ചായ കുടിക്കുന്നിടത്ത് നിന്റെ വീട്ടിനകത്ത് വാലുകൊണ്ട് ഇതിനെ കൂത്തു. 5 മാസം വേദനയോടെ നെട്ടോട്ടമോട് എവിടെ വീണാലും മരിക്കാത്തൊരു കാലം ഇവിടെ വരാറാ. അതുകൊണ്ട് സ്വർഗസഭയോട് പറഞ്ഞു, ആത്മാവ് സഭകളോട് പറയുന്നത്, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. തീർന്നില്ല. 1ാമത്തെ ഇടവേളയിലേക്ക് വന്നു. അങ്ങനെയെങ്കിൽ ആറ്റം പൊട്ടിച്ച മണൽ എവിടെ? അതിവിടെ കേട്ടിട്ട് ഇന്ന് രാത്രി ഇടവേള. അത് കഴിഞ്ഞ് 3 വാക്യം കൂടെ. എന്താ ആറ്റം പൊട്ടിച്ച മണൽ? പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം. 7 മരുഭൂമിയിൽ ആറ്റം പൊട്ടിക്കുന്നു. വിജ്ഞാന BSc കഴിയുന്ന കുഞ്ഞുങ്ങൾ. 1ാമത്തെ മരുഭൂമി അമേരിക്കയിലെ നൊവേദ, 2 ഇസ്രായേലിലെ സീനായ്, 3 ഇറാനിലെ കാഹിർ, 4 ചൈനയിലെ ബോബി, 5 പാകിസ്ഥാനിലെ പെഷവാർ, 6 റഷ്യയിലെ താഷ്കന്റ്, ഇന്ത്യയിലെ രാജസ്ഥാൻ ടാർ മരുഭൂമി. ആറ്റം പൊട്ടിച്ച മണൽ എവിടെ? ഇന്നത്തെ സയൻസ് ഞെട്ടുന്നു. ആറ്റം പൊട്ടിച്ച മണൽ എവിടെ? ഇവിടെ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഇരിപ്പുണ്ട്. പഴയ കാലത്ത് നിങ്ങളോട് പറയാം, ചിരട്ടയ്ക്കകത്ത് പടക്കം വെക്കുമായിരുന്നു. ചിരട്ടയ്ക്കകത്ത് പടക്കം. ആ പടക്കത്തിന്റെ
തിരി എന്തോ ചെയ്യും. ചിരട്ടയുടെ കണ്ണിൻ്റെ ഇടയ്ക്കൂടെ കേൾക്കും. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞച്ചൻ ചേട്ട ഒരു ഒലക്കാല് പടക്കത്തെ കാണിച്ചിട്ട് ഒറ്റ ഓട്ടം വണ്ടി റിവേഴ്സ് ഇടുന്ന പോലെ സ്വത്രം. ആ തിരിക്കകത്ത് പടക്കം കത്തും, ചിരട്ടയും പടക്കമായിട്ട് മേളിപ്പോവും. ആ സമയത്ത് പടക്കം പൊട്ടും, ചിരട്ട താഴെ വീഴും. ആകാശത്ത് കയറിയ മണലെവിടെ? ലൈവ് മോനെ ക്ലിയറായിട്ട് കൊടുക്കണം. യോഗം കഴിഞ്ഞ് ആരും കാണും. ISRO തന്ന തെളിവ് ആസിഡ് മഴ പെയ്യിക്കുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. ഇന്ത്യൻ ISRO തന്ന തെളിവ് 2000 ഡിഗ്രി സെന്റിഗ്രേഡിൽ മണൽ പഴുക്ക്. മണൽ എവിടെ? ആകാശത്തിന്റെ ഒന്നാമത്തെ തട്ട സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ 2 കാര്യം കിടപ്പുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അതിന്റെ പേരാ സൾഫറും ഫോസ്ഫറസ്. ഈ സൾഫറിന്റെ ഫോസ്ഫറസിന്റെ കൂടി മണലും കയറി. അതിന്റെ പേരാ സാൻഡ്. We are giving a chemical explanation in the first phase of space, that means stratosphere. 2 components are situated, that means sulfur and phosphorus. ഈ മണലൂടെ കയറി. ഇതിനെ 3ഉം കൂടെ വിളിക്കുന്ന പേരാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ റൈഡോൺ. സാൻഡ്, സൾഫർ, ഫോസ്ഫറസ്. വരാൻ പോകുന്നു റൈഡോൺ റെയിൻ, രക്തമഴ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആസിഡ് മഴ പെയ്യിക്കുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആറ്റം പൊട്ടിയ മണലെല്ലാം അന്തരീക്ഷത്തിൽ. അത് കനിഭവിച്ച് താഴെ മഴയായിട്ട് പെയ്തിറങ്ങും. ബൈബിളിനകത്തുണ്ട് ഇവിടെ രക്തമഴ പെയ്യും കാന്തൻ വരവിൽ കൈവിടപ്പെട്ടാൽ. വൈറ്റാട്ട് മോനെ വെളിപ്പാട് പുസ്തകം 16 വാക്യം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്ത് നിന്ന് രക്തമഴ പെയ്യുവോ? വെളിപ്പാട് 16 വാക്യം വായിക്കാം. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നു. കരമുയർത്തുന്നവർക്കായി സ്വത്രം. ആകാശത്തിൽ നിന്ന് രക്തം താഴെ വീട്. അത് സമുദ്രം. 2 കിണറ്റിൽ. അത് കഴിഞ്ഞ് തോട്ടിനകത്ത് കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. നിങ്ങളുടെ ഇവിടെ കൊടവിളാകത്ത് അതുപോലെ തന്നെ പാറശാലയിലും പാളുകയിലും ഒക്കെ കിണറുണ്ട്. നിങ്ങളുടെ കിണറ്റിനകത്ത് ആരെ വെള്ളം കൂടി കുടിക്കുന്നത്? സെൽവകുമാർ പാസ്റ്റർക്ക് ഇങ്ങനെ കിണറിക്കുന്നത് അവർ പാറശാല പഞ്ചായത്താണെന്ന് വെള്ളം കൂടി കുടിക്കുന്നത് അല്ല. ആകാശത്ത് നിന്ന് പെയ്ത മഴ ഇവിടെ മണ്ണിൽ കൂടെ ഫിൽട്രേറ്റ് ചെയ്ത് താഴെ ഇറങ്ങും. അത് ഊറ്റായിട്ട് ആ കിണറ്റിലെ വെള്ളം കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പെനിട്രേറ്റ് ചെയ്ത് ആകാശത്ത് നിന്ന് സൾഫറും സാൻഡും എല്ലാം കൂടെ പെയ്തിറങ്ങുന്ന രക്തമഴ. കിണറ്റിനകത്ത് കോരുന്നത് രക്തവെള്ളം. അങ്ങനെയെങ്കിൽ രാവിലെ കിണറ്റിനകത്ത് രക്തവെള്ളം. പാറശാല പഞ്ചായത്തുകാർ കുടിവെള്ളത്തിന്റെ ടാപ്പ് ഇട്ടിട്ടുണ്ട്. അതേതോ നദിയിൽ നിന്ന് വരുന്നതാ. ആ വെള്ളത്തിനകത്ത് രക്തവെള്ളം. അപ്പൊ ഇവിടുത്തെ അമ്മമ്മ വിചാരിക്കുക ആ കന്നുമാമൂട്ടിൽ നല്ല പളികളിൽ അപ്പുറത്തോട്ട് പോകുന്നിടത്ത് നല്ലൊരു ചെറയുണ്ട്, അവിടെ പോയി തുണി കഴുക. അവിടെ ചെന്നാൽ രക്തവെള്ളം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്ത് നിന്ന് രക്തമഴ പെയ്താൽ അമ്മമ്മ രാവിലെ അച്ചായന് ചായ ഇടാൻ വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്നത് രക്തവെള്ളം. ഇതായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ 9:30 സ്കൂളിൽ പോകാൻ അരുമയാണ് കുളന്തകൾക്ക് ടാപ്പ് തിരിച്ചാൽ വരാൻ പോകുന്ന ഒരു രക്തവെള്ളം. തീർന്നില്ല. അത് കഴിഞ്ഞ് 9:30 തുണി കഴുകാൻ പോയാൽ വരാൻ പോകുന്ന ഒരു രക്തവെള്ളം. ഇന്ന നാൾക്കളിൽ എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല. ബ്ലഡ് മൂണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദാണ്ട് ജല ദുരന്തം 2016. എല്ലാവരും കേട്ടാട്ടെ. സോമാലിയയിൽ ജലദുരന്തം, രക്തവെള്ളം ഇറങ്ങി. അത് കഴിഞ്ഞ് 2018 ശ്രീലങ്കയിൽ ഇറങ്ങി. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻ കി ബാത്ത് മോഡി സാർ പറഞ്ഞതുകൊണ്ട് थोड़ी सी देर बाद इंडिया को जो बागर किनार में खून का बारिश आएगा. രക്തമഴ പെയ്യുമെന്ന് സ്വത്രം. മൊബൈൽ അടിച്ചാൽ മതി. ഇന്ന് രാത്രി മോഡി സാർ പറയുന്നതിന് മുമ്പ്, സോമാലിയയിൽ രക്തമഴ പെയ്യുന്നതിന് മുമ്പ്, ശ്രീലങ്കയിലെ കടൽ തീരങ്ങൾ രക്തമഴ വീഴുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് രക്തമഴ പെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ. ഇന്ന് രാത്രി ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഓൺലൈനിൽ ബാക്കിയെല്ലാം കണ്ടോണം. വരാൻ പോകുന്നു ജലദുരന്തം. ഇന്ന് രാത്രി പളുകളിനോട് എനിക്ക് പറയാനുള്ളത്, കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു വീട്ടിൽ കാപ്പിയിടുന്ന രക്തവെള്ളം, കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്ന രക്തവെള്ളം, തുണി കഴുകുന്നത് രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആ രക്തവെള്ളം ഞങ്ങളുടെ അടുപ്പിനകത്ത് കാപ്പിയിടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങളുടെ മക്കളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങളുടെ ഉടുപ്പ് കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ. കരമുയർത്തുന്നവർക്കായി ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരാറ്. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 1ാമത്തെ ഇടവേളയിലേക്ക് ഇന്ന് രാത്രി ഇവിടെ ഒരു ബാലിബന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സ്തോത്രം. എന്താ അവന്റെ ബാലിബന്റെ പ്രത്യേകത? അവൻ്റെ അടുത്ത് ആരോണ്ട് പറഞ്ഞു,
അവന് പാപമുണ്ടെന്ന്. സ്വോത്രം. അവൻ നേരെ പാറശാല ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പാപമുണ്ട്. ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, മരുന്നില്ല, പൊക്കോളെ. അപ്പോൾ ആരാണ്ട് പറഞ്ഞത് നെയ്യാറ്റിൻകര പോയി ഒരാഴ്ച അഡ്മിറ്റായി, നിനക്കടന്നാൽ പാപം മാറിക്കിട്ടുമെന്ന്. അവിടെ ചെന്നിട്ട് അവൻ പറഞ്ഞു ഒരാഴ്ച അഡ്മിറ്റാണ്. അവർ പറഞ്ഞ് രക്ഷയില്ല. മൂന്നാമത് ആരോ പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയാൽ നിൻ്റെ സർജറി ചെയ്ത് പാപം മാറ്റും. എന്നാൽ അവൻ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പാപമുണ്ടെന്ന് മാറ്റണമെന്ന്. ഡോക്ടർ പറഞ്ഞ് സ്ഥലം വിട്ടോളാം. സ്വോത്രം. നാലാമത് ആരാണ്ട് പറഞ്ഞ് RCC ചെന്നാൽ അത് റേഡിയേഷൻ അടിച്ചാൽ എൻ്റെ പാപം കരിച്ചു കളയുന്നു. സ്വോത്രം. അവൻ അവിടെയും ചെന്ന് ഇന്ന് രാത്രി പാറശാല താലൂക്ക് ആശുപത്രിയിലും പാപത്തിന് മരുന്നില്ല. ഇന്ന് രാത്രി നെയ്യാറ്റിൻകര TV ജംഗ്ഷനിൽ പാപത്തിന് അഡ്മിഷൻ ഇല്ല. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പാപത്തിന് സർജറി ഇല്ല. RCCയിൽ റേഡിയേഷനുമില്ല. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരു വാക്സിൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ആ വാക്സിൻ്റെ പേരത്ര കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. നിന്റെ സകല പാപമല്ല, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടായിട്ട് ഒന്നാമത്തെ ഇടവേള 2000 വരാൻ പോകുന്ന ഏപ്രിൽ മാസത്തിലാണ് പോളിയോ. എന്താ പോളിയോയുടെ പേര്? പോളിയോ കണ്ടുപിടിച്ച ആരാ? ജോൺ ലിറ്റിൽ വാക്സ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പോളിയോയുടെ പ്രത്യേകത എന്താ? ഇന്ത്യൻ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ഇവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് പോളിയോ ബാധിച്ച് കിടക്കാൻ അവർ അനുവദിക്കത്തില്ല. അന്നേരമല്ലേ പഞ്ചായത്തിൻ്റെ പരസ്യം, കുളന്തേ കൊണ്ടുവാങ്ങേ ഫ്രീ വാക്സിൻ. സന്തോഷമില്ലല്ലോ? കുളന്തേ കൊണ്ടുവാങ്ങേ ഫ്രീ വാക്സിൻ. ആശാ വർക്കർ വീട്ടിൽ ഇറങ്ങും. അന്നേരം ഇവിടുത്തെ ജ്യോതിമോള് കുളന്തയ്ക്ക് നല്ല വാക്സിൻ കൊടുക്കാതെ പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ ചിക്കൻ തിന്നാൻ പോകും. പിന്നെ കർത്താവിൻ്റെ കുറ്റം പറയും. മനസ്സിലാകുന്നവർക്കായി നീ കൊടുക്കേണ്ടത് നീ കൊടുക്കാതെ കർത്താവിനെ കുറ്റം പറയുന്നത്. സ്വോത്രം. അതെന്തിനു വേണ്ടിയാ? വരാനിരിക്കുന്ന പോളിയോയ്ക്ക് പകരമായി കൊടുക്കുന്ന വാക്സിനാ ഇന്നത്തെ പോളിയോ വാക്സിൻ. എന്നാൽ ഇന്ന് രാത്രി പളുകളിലോട് മനുഷ്യ ജീവിതത്തിൽ ഒരു പോളിയോ വന്നിട്ടുണ്ട്. അതിന്റെ പേരാ പാപത്തിന്റെ വിപത്ത, മദ്യപാനം, മദിരാക്ഷി, കള്ളുകുടി, കൊലപാതകം, കത്തിക്കുത്ത്. അതിന് പരിഹാരമായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഒരു വാക്സിൻ തരാൻ കഴിയത്തില്ല. കാവൽത്തുறை അധികാരികൾക്ക് ഒരു വാക്സിൻ തരാൻ കഴിയത്തില്ല. ഇന്ന് നാൾക്കളിൽ പാപത്തിന് പരിഹാരമായി ഒരു വാക്സിന് ഞങ്ങൾ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ അവസാന നാളുകളിൽ തരുന്നു. അത് താൻ ആട്ടുംകുട്ടിയും രക്തം കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നിന്റെ സകല പാപമല്ല, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി നാളെ ഇവിടെ യോഗമല്ല. തായെ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, മേടയിൽ ഉட்கார்ந்திருக்கிற பிரிய மாணவர்களே, இந்த ஒலி பக்கத்தில் யாவரும் என்று கேட்குது. இந்த 3வது நாட்கள் அருமையான தேவன் வல்லமை இந்த பட்டணத்தில் வருகிறது. அதுக்கு தான் இன்னும் நீ மரிச்சால் நின் நித்தியதை விட உன்னிய ஸ்தலங்களே போகாது, பணத்தை வாரி கொடுக்காது. இந்த நாள் அருமையான செய்தி கூட்டங்களில் எந்தவே நீங்க உட்கார்ந்து ஜெபத்தை சொல்லிக்கொண்டு இந்த மாதிரி பேசுகிறது. இயேசு என் ரட்சகர், இயேசு என் கர்த்தர், அவன் ராஜாக்கன்மாருடைய ராஜாவாய் மடங்கி வரான் காலமாய். யார் இந்த நாட்களில் உள்ளத்தை கைவ சப்பச்சன்னு மகிமை கொடுக்க நின் பேர் ஜீவ புஸ்தகத்தில் சேர்க்க, ஜீவ புஸ்தகத்தில் പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറാ. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കത്തുകൊണ്ടതിന് ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഫിലാഡൽഫിയ സഭയെ, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ രാജാക്കന്മാരുടെ രാജാവായി അവൻ വരാറായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.